സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പേരിട്ടു. പഴയ കാലത്തുള്ള പേര് നല്ല നല്ല പേരായിരിക്കും. ഇപ്പോഴുള്ള പേര് എന്ന് പറയുന്നത് മനുഷ്യന്മാർക്ക് പിടുത്തം കിട്ടാത്ത പേരാ. ഏകദേശം എന്നാലും ഇപ്പൊ അടുത്ത കാലത്തായിട്ട് മുഹമ്മദ് കുറച്ച് കേറിയിട്ടുണ്ട്. എന്നാൽ തന്നെയും ഈ മുഹമ്മദിന്റെ കൂടെ വേറെന്തെങ്കിലും ഇട്ടിട്ട് പിന്നെ ഇത് പിടുത്തം കിട്ടൂല. ഇതെന്താ സംഗതി? ചില ആളുകൾക്ക് ഇത് ഒറ്റ കമ്പനിയിൽ നിന്ന് ഇറങ്ങിയതാണെന്ന് മനസ്സിലായാൽ മതി. അഷാക്ക്, വിശാഖ്, ഉഷാക്ക്, 3 പിള്ളേർ. ഇതേതാ സംഗതി എന്ന് മനസ്സിലാകണ്ട, ഒരു കമ്പനിയിൽ നിന്ന് ഇറങ്ങിയതാണെന്ന് മനസ്സിലായാൽ മതി. ചില ആളുകൾ പെൺകുട്ടികളാണെങ്കിൽ ഫാത്തിമ അക്ര, ഫാത്തിമ അക്രി, ഫാത്തിമ അക്രു, 3 പിള്ളേർ. ഫാത്തിമ ഉണ്ടാവും മുമ്പിൽ, ബാക്കിയുള്ളത് മനസ്സിലാവില്ല. 3 കുട്ടികളെയും ഫാത്തിമ വിളിക്കാൻ കഴിയോ? വിളിക്കാനും കഴിയില്ല. അപ്പൊ ഇങ്ങനെയാണ് നമ്മളെ പേരൊക്കെ കുറച്ച് നല്ലതാക്കണം, സ്വാലിഹീങ്ങളിലേക്ക് ചേർത്തിട്ട്. ഇതാക്കാന യൗമൽ ഖിയാമ നാദാ മുനാദിൻ അലാലിയകും മൻ ഇസ്മുഹു മുഹമ്മദ് ഫല്യദ്ഖുലിൽ ജന്നത കറാമത്തൻ ലിനബിയി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഖിയാമത്ത് നാളിൽ മലക്ക് വരികയാണ്. ആ മലക്ക് പറയാണ്, അതാ അലാലിയകും മൻ ഇസ്മുഹു മുഹമ്മദ്, മുഹമ്മദ് എന്ന് പേരുള്ള ആളുകളൊക്കെ എഴുന്നേറ്റോ. ഫല്യദ്ഖുലിൽ ജന്നത കറാമത്തൻ ലിനബിയി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഹബീബിനെ ബഹുമാനിച്ചിട്ട് മുഹമ്മദ് എന്ന് പേരിട്ട ആള് തങ്ങളെ ബഹുമാനം കൊണ്ട് സ്വർഗത്തിലേക്ക് നടന്നോ. മലക്ക് വിളിച്ചു പറയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. എല്ലാ മക്കൾക്കും മുഹമ്മദ് എന്നിടാൻ കഴിയില്ലല്ലോ. മൂത്ത കുട്ടിക്ക് മുഹമ്മദ് നിട്ടാ, അടുത്ത കുട്ടിക്ക് മുഹമ്മദ് നിട്ടാ പാസ്പോർട്ട് കിട്ടുമോ? ഒരു പ്രശ്നമല്ലേ? അപ്പൊ അടുത്ത കുട്ടിക്ക് അബൂബക്കർ നിടാ, 3ാമത്തെ കുട്ടിക്ക് ഉമർ നിടാ, പിന്നത്തെ കുട്ടിക്ക് അലി നിടാ. എന്റെ വാപ്പക്ക് ഒരു ജ്യേഷ്ഠനുണ്ട്, 2 പേരും മരണപ്പെട്ടു പോയി. അള്ളാഹുവേ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാഹ്. ആ ജ്യേഷ്ഠന്റെ മകൻ ഒരു ഹംസയാണ്. ജ്യേഷ്ഠന്റെ മകൻ ഒരു, എന്റെ മൂത്താപ്പന്റെ മകൻ ഒരു ഹംസ ഉണ്ട്. ഒരു ദുബൈൽ ഇമാമാണ്, മുസ്ലിയാരാണ്. അള്ളാഹു ബർക്കത്തോട്, ചെറിയ ക്ഷീണുണ്ട്, അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. മൂത്താപ്പൻ അനിയനാണ് എന്റെ വാപ്പ. 4ാമത്തെ മോന് ഞാൻ, 2 ആണും 2 പെണ്ണും. ലാസ്റ്റ് മോൻ ഞാനാണ്. എന്റെ പേരും ഈ 2 ഇട്ടത് ഉമ്മയാ, ഉപ്പാന്റെ ഉമ്മയാണ് ഈ പേരിട്ടത്. ഒരു മോന്റെ മകനും ഹംസയാണ്, 2ാമത്തെ മകനും ഹംസയാണ്, മകന്റെ മകനും ഹംസയാണ്, ഞാനും ഹംസ തന്നെ. ഇപ്പോഴത്തെ കാലത്താണ് ഉമ്മമാന്റെ നടുപ്പുറത്ത് കൊടുക്കൂലേ ചിരട്ടെടുത്ത് തല്ല്. എന്ത് കാപ്പുണ്ട് ഞങ്ങള്. ഒരേ വീട്ടില് 2 ഹംസ. കണ്ടോ നിങ്ങള്? അത് ഹംസത്തുൽ കറാർ തങ്ങളോടുള്ള ഒരു മുഹബ്ബത്താണ്. വബിഹംസത്തുൽ കറാരി അമ്മിൽ മുസ്തഫ അസദിൽ ഇലാഹി വസയ്യിദി ശുഹദാഇ. ഉമ്മാമക്ക് അല്ലാഹു റഹ്മത്ത് ചെയ്തു കൊടുക്കട്ടെ. ഹംസത്തുൽ കറാർ തങ്ങളെ ബറക്കത്തുണ്ട്, നമുക്ക് അല്ലാഹു ഇജാബത്ത് നൽകട്ടെ. ഞാൻ പറയുന്നത് സ്വാലിഹീങ്ങളിലേക്ക് ചേർത്തിട്ട് നമ്മൾ നല്ല പേരിട്ടാൽ അവരെ സ്വഭാവം ഈ സ്വാലാഹിയത്ത് ഈ മക്കളിലും ഉണ്ടാകും. പിന്നെയും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഇന്നകും തുദഊന യൗമൽ ഖിയാമത്തി ബി അസ്മാഇകും വ ബി അസ്മാഇ ആബാഇകും ഫഅഹ്സിനു അസ്മാഅകും. നാളെ ഖിയാമത്ത് നാളിൽ നിങ്ങളെ നിങ്ങളെ പേരും നിങ്ങളെ ഉപ്പാന്റെ പേരും കൂട്ടിയിട്ടാണ് മഹ്ശറയിൽ വിളിക്കുക. ഉപ്പാന്റെ നമ്മളെ പേര് കൂട്ടിയിട്ടാ വിളിക്കുക. അപ്പൊ എന്നെ വിളിക്കുമ്പോ ഹംസ അബ്ദുൽ ഖാദിർ, എന്റെ വാപ്പ ഖബറിലാണ്, സ്വർഗം നൽകണം റഹ്മാനെ. നമ്മിൽ മരണപ്പെട്ട എല്ലാവർക്കും നീ സ്വർഗം നൽകണം റഹ്മാനെ. അങ്ങനെയാ വിളിക്കുക. ഉസ്താദിന്റെ വാപ്പന്റെ മരണപ്പെട്ടു. ഉസ്താദിന്റെ വാപ്പക്ക് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. ഇപ്പൊ മുനീർ ബിൻ മുഹമ്മദ് അങ്ങനെ വിളിക്കൂ. അപ്പൊ നമുക്ക് വേഗം ഹാദർ എന്ന് പറയാൻ പറ്റണം, ലബ്ബൈക്ക് പറയാൻ പറ്റണം. അല്ലാഹു നമുക്ക് മഹ്ശറയിൽ ദുനിയാവിലും ആഖിറത്തിലും ഇസ്സത്ത് നൽകണേ അല്ലാഹ്. ഇപ്പൊ മലക്കുകൾക്ക് മനസ്സിലാകുന്നില്ല ഏതാ ഉപ്പ ഏതാ മകൻ. അശാഖ് ഇബ്നു ഉശാഖ് പിടുത്തം കിട്ടുന്നില്ല. പിള്ളേർ അനു ഇബ്നു കുനു, ഉപ്പ ഏതാ മകൻ ഏതാ, രണ്ടും പിടുത്തം കിട്ടുന്നില്ല. ഇങ്ങനെ ആയിട്ടില്ലേ നമ്മളെ പേര്? നിങ്ങൾ പൊരക്കോയിട്ടൊന്ന് ആലോചിച്ച് നോക്കണം. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. നല്ല പേരിടണം. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തൊരു ഭാഗമാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഈ ബാപ്പാനോട് ഈ മകനോട് മകൻ ചോദിച്ചതിന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തൊരു വിഷയമാണത്. കുറെ കാര്യങ്ങളുണ്ട് മക്കൾക്ക് ചെയ്തു കൊടുക്കേണ്ട നന്മകള്. ഇപ്പോൾ ആ ഭാഗത്തേക്ക് കൂടുതൽ പോകുന്നില്ല. എന്നാൽ ഒരു സംഗതി പറയാം. ഇപ്പോഴത്തെ കാലവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം പറയാം. കുട്ടികൾക്ക് ജനിച്ച ഉടനെ കാതിൽ ബാങ്ക് വിളിക്കണം.
അങ്ങ് വിളിക്കണ്ടെന്ന് ഒരു മൗലവി കാസർഗോഡ് എന്ന് പ്രസംഗിച്ച് ആകെ അയാൾ വെള്ളത്തിൽ വീണ്. സുബ്ഹാന ജല്ല ജലാലു. ഇപ്പുറത്തൊരു മുജാഹിദിന്റെ മൗലവി പറഞ്ഞു ബാങ്ക് കൊടുക്കണ്ടെന്ന്. അപ്പോഴത്തെ കോഴിക്കോട് വേറെ മുജാഹിദ് വന്ന് കൊടുക്കണം. അപ്പൊ ഇയാളെ പ്രസംഗം കേട്ട ആൾ അയാളോട് ചോദിക്കുന്നു, സുബ്ഹാനല്ലാഹ്, ഇപ്പൊ ഇതെങ്ങനെ ഉറപ്പിക്കുക? ഒരു മൗലവിന്റെ പ്രസംഗം കേട്ടിട്ട് ഈ പറഞ്ഞ മൗലവി ശരിയാണോ എന്ന് അറിയണമെങ്കിൽ വേറെ മൗലവിന്റെ പ്രസംഗം കൂടെ കേൾക്കണം, എന്നാലും ഇപ്പൊ ശരിയാണോ എന്ന് അറിയൂ. അങ്ങനത്തെ ഗതികളിലാണ് അവർ. അള്ളാഹു നമ്മളെ നാടൊക്കെ രക്ഷപ്പെടുത്തി തരട്ടെ, അള്ളാഹു രക്ഷപ്പെടുത്തി തരട്ടെ. അപ്പൊ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്താണ് മക്കൾ ജനിച്ചാൽ വലതേ കാതിൽ വാങ്ങി കൊടുക്കണം. പിന്നെ കുറെ ചൊല്ലാനുണ്ട്. ഇന്നാ അൻസൽനാഹു സൂറത്തുൽ സൂറത്തുൽ ഇഖ്ലാസ് ഓതി കൊടുക്കണം. ബിനി ഉഈദുഹാ ബിക വദുരിയതഹ മിനശ് ശൈത്വാനിർ റജീം എന്ന പരിശുദ്ധമായ ദിക്ർ ഓതി കൊടുക്കണം. അതൊക്കെ വേണം. ഇടത്തെ കാതിൽ ഇഖാമത്തും കൊടുക്കണം. എന്റെ വിഷയമായിട്ട് ഞാൻ വിശാലമായി പറയല്ല, അതൊക്കെ കൊടുക്കണം. പിന്നെയോ ഈ കുട്ടിയുടെ നാവില് മധുരം തൊട്ട് കൊടുക്കണം, മധുരം കൊടുക്കണം. അത് സ്വാലിഹീങ്ങൾ ചേർന്ന് വെക്കേണ്ട ഒരു നല്ല ഒരു വിഷയമാണത്. അതുകൊണ്ട് ഞാൻ ഒന്ന് ഓർമ്മപ്പെടുത്താം, നമ്മളെ മക്കൾ നന്നാകണമെങ്കിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഉമ്മു സുലൈം ബീബി റളിയല്ലാഹു അൻഹ പ്രസവിച്ചു. മൂത്ത കുട്ടിയായ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ ഈ കുഞ്ഞിയെയും കൊടുത്തു, 2-3 ഈത്തപ്പഴങ്ങളും കൊടുത്തു. മഹദി പറഞ്ഞേക്കാണ് തങ്ങളുടെ അടുക്കൽ കൊണ്ടുപോയി കുട്ടിയെ കയ്യിൽ വാങ്ങിയിട്ട് ഈത്തപ്പഴം വായിൽ വെച്ച് ചവച്ചിട്ട് ആ മധുരം കുഞ്ഞിന്റെ വായിൽ വെച്ച് കൊടുത്തിട്ട് തങ്ങളുടെ ഉമിനീരടങ്ങുന്ന ബറക്കത്ത് വെച്ച് കൊടുത്തിട്ട് അബ്ദുള്ള എന്ന പേര് വിളിച്ചിട്ട് ബറക്കത്തിന് വേണ്ടി തങ്ങൾ ദുആ ചെയ്തു. ആ അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിന്റെ മക്കൾ പരമ്പര അങ്ങനെ തന്നെ ഖുർആകളായി മാറി, ഖുർആൻ പണ്ഡിതന്മാരുമായി മാറി എന്ന് സ്വഹാബികൾ സാക്ഷ്യപ്പെടുത്തുന്നു. തങ്ങളെ ബറക്കത്താണ്. അപ്പൊ നമ്മുടെ നാട്ടിൽ നല്ലൊരു സയ്യിദ് ഉണ്ടെങ്കിൽ, നല്ല ഉസ്താദ്, ദർസ് നടത്തുന്ന ഉസ്താദ് ഉണ്ട്, നല്ല വാങ്ക് വിളിക്കുന്നയാളുണ്ട്. എപ്പോഴും ചില ആളുകളുണ്ടാവും പള്ളിയിൽ എപ്പോഴും ഖുർആൻ ഓതുന്ന ആളുണ്ടാവും. അങ്ങനെ നല്ല സ്വലാഹിയത്തുള്ള ആളുണ്ടാവും. അത് കുടുംബത്തിലാണെങ്കിൽ കുടുംബത്തിൽ, അല്ലെങ്കിൽ നമ്മളെ കുടുംബത്തിൽ ഒന്നും അങ്ങനെ തോന്നില്ല. എല്ലാം ഭാരത വീടി വലിക്കുന്ന ആളല്ലേ. അല്ലാഹ്, ഇവിടെ ഭാരത വീടി ഉണ്ട് ഇപ്പൊ. അള്ളാഹു കാലം പണ്ടുണ്ടായി. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ഇനി അതൊന്നും വലിക്കുന്ന ആളുടെ അങ്ങനെ ദേഷ്യം പിടിക്കണം. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതാ. നല്ലത് മാത്രം ശീലിക്കണം. നല്ലത് മാത്രം ശീലിക്കണം. ഇന്നത്തെ കാലം വളരെ പ്രയാസകരമായ കാലമാണ്. നമ്മളെ മക്കളെയൊക്കെ അള്ളാഹു തആല നന്നാക്കി തരട്ടെ. പഴയ കാലത്ത് സിഗരറ്റ് വലിക്കുന്ന ആള് സിഗരറ്റ് മാത്രമേ വലിക്കുള്ളൂ, ബീഡി വലിക്കുന്ന ബീഡി മാത്രമേ വലിക്കൂ, അതിന്റെ അപ്പുറം പോവില്ല. ഇപ്പൊ അങ്ങനല്ല. ഇപ്പം ബീഡി വലിക്കുന്നതിന്റെ ഉള്ളില്, ബീഡിന്റെ ഉള്ളിൽ എന്താ ഉള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. പിള്ളേർ വലിക്കുന്ന ബീഡിയാന്ന് നമുക്ക് കാണുമ്പോൾ തിരിയുന്നല്ലാതെ ഇതിന്റെ ഉള്ളിലുള്ള സാധനം എന്താന്ന് വിടുത്തില്ല. ആദം നബിക്കൊരു കുമ്പിടാൻ മടികാട്ടി, അതിനാല് തന്നെ ബിലിസിനെ റബ്ബാട്ടി. റബ്ബിന്റെ ശാപം ഏറ്റ ശൈത്വാനെന്ന് പേടിച്ച് മൂത്രമൊഴിച്ചടൂ പെട്ടെന്ന്. ശൈത്വാന്റെ മൂത്രം വീണ സ്ഥാനത്താണ് ബീഡിപ്പുകയില മുളച്ചതും എന്നാണ്. മുഹമ്മദ് സയ്യിദിന മുഹമ്മദ് ആ ബേക്കിൽ താളൊന്നും പറഞ്ഞില്ല. ഇത് ഇടക്ക് വളരെ പഴയ കാലത്ത് വേദ ഉസ്താമാർ പണ്ട് പറയുന്നത് കേട്ടതാ. വാല മുഹമ്മദ് സയ്യിദിന മുഹമ്മദ്. ഇപ്പൊ അടുത്ത ആരും പറയില്ല. അതുകൊണ്ട് ഞാൻ ഒന്ന് എടുത്തിട്ട് നോക്കിയതാ. വാല മുഹമ്മദ് സയ്യിദിന മുഹമ്മദ്. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തികളെ നിങ്ങൾ അറിയൂന്ന പറഞ്ഞല്ല. പണ്ടേയല്ല ആയത്തോതിയപ്പാട് ഉസ്താദ് പറയും ഖാലല്ലാഹു അസ്സ വജൽ. എല്ലാരും പറയും ജല്ല ജലാലു സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലഹു. എന്റെ നാട്ടിലൊക്കെ അങ്ങനെ ഉണ്ടാവില്ലേ? ഉണ്ട്. ഇപ്പൊ അത് പറയലുമില്ല. എന്താ പറയണെന്ന് ആർക്കും അറിയും ചെയ്യില്ല. അള്ളാഹു നമ്മളെല്ലാം നന്നാക്കി തരട്ടെ. എന്റെ വയന്ന നമ്മളെ കണക്കത്തോനല്ലേ വേദ പറയുന്നു. അല്ലാഹ് നമ്മളെല്ലാരും ഖൽബ് അല്ലാഹു തആല മഹാന്മാരെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മളെ വേദം സ്വീകരിക്കട്ടെ. സ്വാലിഹീങ്ങളെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു തആല നമ്മളെ ഖൽബ് നന്നാക്കി തരട്ടെ. അള്ളാഹു നമ്മളെ ഏറ്റെടുക്കട്ടെ. ഞാൻ കൂടുതൽ സംസാരിച്ച് നിങ്ങളെ പ്രയാസപ്പെടുത്തുന്നില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തായി പറഞ്ഞ തഴവൂസ്താഹിന്റെ ദർജ അള്ളാഹ് വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. എന്റെ ഭഗയിൽ പറഞ്ഞല്ല. തഴവൂസ്താഹ് പറയാണ്, ആദം നബി അലൈഹി ഇസ്ലാമിനെ സൃഷ്ടിച്ചല്ലോ. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ആദം നബി അലൈഹി ഇസ്ലാമിന് സുജൂദ് ചെയ്യാൻ വേണ്ടി മലക്കുകളോട് പറഞ്ഞല്ലോ. ഫസജദൽ മലായികത്തു കുല്ലുഹും, എല്ലാ മലക്കുകളും സുജൂദ് ചെയ്തില്ല. ഇബ്ലീസ് മാത്രം. ഇബ്ലീസ് മലക്കിൽപ്പെട്ടവനല്ല, പക്ഷെ മലക്കുകളെ കൂട്ടത്തിൽ ജീവിച്ച് ജിന്നിന്റെ നേതാവാണ്. പക്ഷെ മലക്കുകളെ ഉസ്താദാണ്, വലിയ ബഹുമാനം കൊടുത്ത ആളാണ്. പക്ഷെ ഇബ്ലീസ് പറഞ്ഞു ഖലഖ്തനീ മിൻ നാരിൻ വ ഖലഖ്തഹു മിൻ